കല്യാണത്തിന് മുമ്പ് ഈ ഹാളിലും പിന്നെ നമ്മുടെ ബെഡ്റൂമിലൊക്കെ AC ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോ ചെറിയ കംപ്ലൈന്റ് ആയപ്പോ പിന്നെ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുത്തതാ. ഇതുവരെയും തിരിച്ചു കിട്ടിയിട്ടില്ല. അതിനെന്തിനാ പുറത്ത് റിപ്പയർ ചെയ്യാൻ കൊടുക്കുന്നത്? അവരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വീട്ടിൽ വന്നിട്ട് സർവീസ് ചെയ്യില്ലേ? അത് ശരിയാണ്. ആ, അങ്ങനെ തന്നെ. അവര് സർവീസ് ചെയ്യാൻ വേണ്ടി വീട്ടിൽ വന്നതാ. പക്ഷെ എന്തിനാണെന്ന് അറിയില്ല, അത് അഴിച്ചുകൊണ്ട് പോയി. എന്ത് ചെയ്യാനാ? പിന്നെ എല്ലാരും കല്യാണത്തിന്റെ തിരക്കിലൊക്കെ ആയതുകൊണ്ട് ആ കാര്യങ്ങൾ വിട്ടുപോയി. അതിപ്പോ അവിടെ തന്നെ. ഓ, അച്ഛനും അമ്മയും എങ്ങനെയാണ് ഈ ചൂടത്ത് അഡ്ജസ്റ്റ് ചെയ്യണത് എനിക്ക് മനസ്സിലാവില്ല. എന്നാലും അതെന്താ അങ്ങനെ? മോനെ, ചായ എടുക്കട്ടെ? പാലില്ല, കട്ടനാണ്. ഏയ്, കട്ടൻ ചായ കുടിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഭയങ്കര ചൂട്, ഇപ്പൊ വേണ്ടമ്മേ. അല്ലെങ്കിൽ ഈ ചൂടത്ത് ആരെങ്കിലും ചായ കുടിക്കോ? അച്ഛനോട് സ്ട്രോബെറി വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് സ്ട്രോബെറി ജ്യൂസ് അടിച്ചു തരാട്ടാ. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ മതി. അല്ലമ്മേ, AC എവിടെ കൊടുത്തെന്നാ പറഞ്ഞേ? ഞാൻ വേണ്ടി വാങ്ങിക്കൊണ്ടുവരാം. AC യോ? ഏത് AC മോനെ? ഇവിടുത്തെ AC? അയ്യോ മോനെ, ഇവിടെ AC ഒന്നും ഇല്ല. ആകപ്പാട് ഈ ഒരു ഫാനാ ഉണ്ടായിരുന്നു. പിന്നെ കല്യാണ ടൈമിലാണ് ബാക്കി എല്ലാ ഫാനും ഫിറ്റ് ചെയ്തത്. അത് ഇൻസ്റ്റാൾമെന്റിൽ അച്ഛൻ വാങ്ങിയതാ. മോൻ ഇവിടെ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടാവും അല്ലേ, ചൂട് കാരണം? AC ഒന്നും വാങ്ങാൻ വഴിയില്ല മോനെ. ഇതന്നെ ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്തിട്ടാണ് എന്തെല്ലോ ചെയ്ത് വെച്ചത്. പിന്നെ ഇവൾക്ക് ഒരേ വാശിയായിരുന്നു 2-3 കളർ പെയിന്റ് അടിക്കണം എന്നുള്ളത്. അതിന് എത്ര പൈസയായി. അവിടെ ഇവിടെ കളറൊക്കെ മാറ്റി എങ്ങനെയൊക്കെയോ അടിച്ചു. പിന്നെ മതിലും പെയിന്റ് അടിച്ചു. മോന്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വരുന്നതല്ലേ, അപ്പൊ ഇങ്ങനെ ഇട്ട മോശമല്ലേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്തായാലും ഇനി 2 വർഷമൊക്കെ കഴിഞ്ഞ് ലോണൊക്കെ ഒന്ന് മേടിക്കഴിഞ്ഞാ AC ഒക്കെ വാങ്ങണമെന്നുണ്ട്. പിന്നെ മോള് പറഞ്ഞതാ മേലെ എങ്ങനെ റൂം എടുക്കുമ്പോ കല്യാണം ആവുമ്പോഴേക്കുന്നു. അപ്പൊ അതിനൊന്നും വഴിയില്ല മോനെ. ഈ ലോണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ലോൺ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 2 വർഷമൊക്കെ ഒന്ന് കഴിയട്ടെ. മക്കൾ വരുമ്പോഴേക്കും അച്ഛനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു AC വാങ്ങിപ്പിച്ച് അമ്മ മേലെ ഫിറ്റ് ചെയ്യാ, റൂമൊക്കെ എടുത്ത ശേഷം. അയ്യോ, ഇനി ലോൺ എടുക്കാനോ? എന്റെ അമ്മ ഈ കടക്ക് ഉണ്ടാവും പറഞ്ഞാൽ ഏറ്റവും വലിയ ടെൻഷനാണ്. അച്ഛനോടെ ഇപ്പൊ ഈ ഉള്ള ലോണൊക്കെ എങ്ങനെയും അടച്ചു തീർത്തിട്ട് സമാധാനത്തിൽ ഇവിടെ നിൽക്കാൻ പറ. ഞങ്ങളിവിടെ വരാന്ന് വിചാരിച്ചിട്ട് എവിടുന്നും പൈസ വാങ്ങിട്ട് വീട്ടിൽ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ തന്നെ ധാരാളം ഇവിടെ ഞങ്ങൾക്ക് കാണാനും. ഓ, മോൻ ഇങ്ങനെ ചിന്തിക്കുന്നതന്നെ വലിയ കാര്യ. ഇവിടെ നേരെ മറിച്ചാ, കടം വാങ്ങിയിട്ടാണെങ്കിൽ അമ്മ അത് ഇത് ചെയ്യുന്നു പറഞ്ഞുകൊണ്ടിരിക്കും. മക്കളിരിക്കും, അമ്മ ചോറ് കഴിക്കട്ടെ.